ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ യൂട്യൂബിലുള്ള ഒത്തിരി ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമെയിൽ സർവീസായിരിക്കുന്ന ജിമെയിലിലെ സെക്യൂരിറ്റി എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിരിക്കും. ലെങ്തി ആകാനായിട്ടുള്ള കാരണം, ഈ ജിമെയിൽ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ ലൈഫിലെ ജോലി, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസ്, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അതിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഓപ്ഷനും നമ്മൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് രീതിയിലുള്ള ഔട്ട്പുട്ടായിരിക്കും ആ ഓരോ ഓപ്ഷനും തരിക എന്നുള്ള കാര്യവും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതുപോലെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാരിപ്പോൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓൺ ദ സ്പോട്ടിൽ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജിമെയിലിൻ്റെ സെക്യൂരിറ്റിയിലേക്ക് പോകുന്നതിന് മുൻപേ ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് പല പ്ലാനുകളിൽ അവൈലബിൾ ആണ്. പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പ്ലാന്, എൻ്റർപ്രൈസ് പ്ലാന്, ബിസിനസ് പ്ലാന് എന്നൊക്കെ പറഞ്ഞ് പല പ്ലാനുകളിൽ അവൈലബിൾ ആണ്. സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഇത് പുതിയൊരു അറിവായിരിക്കും. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സാധാരണ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു മാട്രിമോണിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് സിൽവർ പ്ലാന്, ഗോൾഡ് പ്ലാന്, ഡയമണ്ട് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് പല പ്ലാനുകളുണ്ട്. അപ്പോൾ ഓരോ പ്ലാനും കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു എമൗണ്ടും കൂടും, ഫീച്ചേഴ്സും കൂടും എന്ന് പറഞ്ഞതുപോലെയാണ് ജിമെയിലിനും അങ്ങനെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഫീച്ചറുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് ബേസിക് പ്ലാനാണ്. അപ്പോൾ ബേസിക് പ്ലാനിൽ എങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെക്യൂരിറ്റി കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. ഒരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ജിമെയിൽ അക്കൗണ്ട് ഉള്ളവർ ഈ രീതിയിൽ തന്നെയാണോ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് പുതിയതായിട്ടൊരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമുക്ക് accounts.google.com എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇതിൻ്റെ താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. 2 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, ഫോർ മൈ സെൽഫും ടു മാനേജ് മൈ ബിസിനസ്സും. പേഴ്സണൽ ഇമെയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഫോർ മൈ സെൽഫ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പേര് കൊടുക്കണം, യൂസർ നെയിം കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുള്ളത് കൊടുക്കുക. നമ്മൾ ഫേക്ക് ആയിട്ടുള്ള നെയിമൊന്നും കൊടുക്കാതെ നമ്മുടെ വ്യക്തമായിട്ടുള്ള നെയിം കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം, എന്തെങ്കിലും അബദ്ധവശാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗൂഗിൾ ചിലപ്പോൾ വെരിഫൈ ചെയ്യാനായിട്ട് നമ്മളുടെ ഐ ഡി ഒക്കെ അവർ ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് നഷ്ടപ്പെടും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ജിമെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തപ്പോഴത്തേക്കിന് അടുത്ത ഒരു പേജിലോട്ട് വന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജാണ്. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഓപ്ഷണൽ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. റിക്കവറി ഇമെയിൽ അഡ്രസ്സ് എന്ന് ചോദിക്കുന്നുണ്ട്, അതും ഓപ്ഷണൽ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കണ്ടതുകൊണ്ട് മിക്കവാറും ആൾക്കാർ അത് സ്കിപ്പ് ചെയ്ത് വിടാറാണ് പതിവ്. ഇനിയുള്ള കാലങ്ങളിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങളും കൊടുത്തിരിക്കണം. നമ്മളുടെ അക്കൗണ്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കതിനെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മൊബൈൽ നമ്പരും അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ വീട്ടിലുള്ള വേറെ ആരുടെയെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ആയിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വേറൊരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് ഇനിയും പുതിയതായിട്ട് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നവർ ചെയ്യാവുള്ളൂ.
അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തപ്പോഴത്തേക്കിന് എൻ്റെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് എനിക്കൊരു 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ അതും കൂടെ ഞാൻ കൊടുത്തെങ്കിലേ എനിക്ക് ഈ ഒരു ഇമെയിൽ ID ഇവിടെ സക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുത്ത സ്റ്റെപ്പിലോട്ട് വന്നു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു നമ്പറിലേക്ക് അവരുടെ എക്സ്ട്രാ സർവീസുകൾ നമുക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. എല്ലാവരും നമ്മൾ ചെയ്യുന്ന ഒരു ഫ്ലോയ്ക്ക് ഇവിടെ യെസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിടും. എന്നിട്ട് പിന്നീട് കംപ്ലൈൻറ്റ് പറയും. അതായത് ആവശ്യമില്ലാത്ത സർവീസുകൾ എൻ്റെ ഫോണിൽ വരുന്നു, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഇത് ഹാക്കിംഗ് ആണ്, അതായത് എല്ലാം തട്ടിപ്പാണെന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ ലൈക്ക് ചെയ്തത് ഡിസ്ലൈക്ക് ചെയ്യും, പിന്നെ ആപ്ലിക്കേഷനെ കുറ്റം പറയും. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൻ്റെ സർവീസുകളും എല്ലാം നമ്മളുടെ ആ നമ്പറിലേക്ക് വരാനായിട്ടുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം, ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ യെസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോവുക. ഞാനിപ്പോൾ യെസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം എനിക്ക് ഗൂഗിളിൻ്റെ സർവീസുകളൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഐ ആം ഇൻ എന്ന് കൊടുത്തപ്പോഴത്തേക്കിന് ഇവിടെ പ്രൈവസി ആൻഡ് ടേംസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വന്നു. ഇതൊന്നും ആരും തന്നെ വായിച്ച് നോക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇത് നമുക്ക് വായിക്കാനായിട്ടാണ് തരുന്നത്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ എഗ്രിമെൻറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇമെയിലിനകത്തോട്ട് ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇനിയാണ് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സിമ്പൽ, ഈ ഒരു ഗിയറിൻ്റെ ഐക്കൺ, സെറ്റിങ്സ് എന്ന് പറഞ്ഞ് എഴുതി വരുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഏറ്റവും ആദ്യം തന്നെ സീ ഓൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനകത്ത് സെറ്റിങ്സിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു ലിസ്റ്റിനകത്ത് അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ആദ്യം കാണുന്ന 3 ഓപ്ഷൻസ്, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സിലോട്ട് ആരെങ്കിലും കയറാൻ ശ്രമിച്ചു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും മെസ്സേജ് വന്നു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തേക്കുക. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മളുടെ മെയിലിലോട്ട് ഒന്നും കൂടെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ആ ഒരു പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ മെയിലിനകത്ത് ഒന്നും കൂടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറയും. അതിനെ കൺഫേം ചെയ്യാനായിട്ടും പറയും. താഴെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനുമുണ്ട്. അപ്പം ആ 2 കാര്യങ്ങൾ കൊടുത്തിട്ട് ചേഞ്ച് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് അവിടെ ചേഞ്ച് ആയി. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ആ ഒരു പ്രതിരോധത്തിനുള്ള ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ ആരൊക്കെ ലോഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ ഈ ഒരു അക്കൗണ്ടിന് കൊടുക്കാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഗിയർ ഐക്കണിൽ സെറ്റിംഗ്സിൽ തന്നെ സെലക്ട് ചെയ്യുക. സീ ഓൾ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ചേഞ്ച് അക്കൗണ്ട് സെറ്റിംഗ്സിനകത്ത് ചേഞ്ച് പാസ്വേഡ് റിക്കവറി ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനകത്തേക്ക് വന്നു. ഇതിനുള്ളിൽ സെക്യൂരിറ്റി, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോഴേക്കും ഇവിടെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, വി കീപ് യുവർ അക്കൗണ്ട് പ്രൊട്ടക്റ്റഡ്, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് മുൻപൊക്കെ ഇതൊന്ന് ചെക്ക് ചെയ്തോണം. അതായത് യുവർ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ എനിക്ക് അവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിനകത്ത് സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് ആരാണ്. ഇപ്പോൾ അവിടെ ഒരു മെഷീൻ്റെ നെയിം കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് അവിടെ കാണിക്കുന്നത്. ഇതുപോലെ കാണിക്കും. ഇനി റീസെൻറ്റ് സെക്യൂരിറ്റി ഇവൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ റിക്കവറി ഫോൺ ആഡഡ്, റിക്കവറി ഇമെയിൽ ആഡഡ്, ന്യൂ സൈൻ ഇൻ, അതായത് നമ്മുടെ ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരാൾ മെയിൽ അയക്കുന്നതോ നമ്മൾ മെയിൽ അങ്ങോട്ട് അയക്കുന്നതോ ഒന്നുമല്ല, നമ്മുടെ അക്കൗണ്ട് സംബന്ധിച്ച് എന്ത് ഇവൻറ്റ് നടന്നാലും അതിവിടെ നമുക്ക് സ്റ്റോർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതെപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മൂന്നാമതൊരു ഓപ്ഷനാണ് സൈൻ ഇൻ ആൻഡ് റിക്കവറി എന്ന് പറയും. അപ്പം 2 വെരിഫിക്കേഷൻ മെത്തേഡ്സ്. ഞാൻ എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവിടെ ഞാനൊരു റിക്കവറി ഇമെയിലും ആഡ് ചെയ്തായിരുന്നു, ഫോൺ നമ്പറും ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. നിങ്ങളൊരു പക്ഷേ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാക്കിലേക്ക് വരിക. ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിന് വേസ് വി ക്യാൻ വെരിഫൈ ഇറ്റ്സ് യു,
നമ്മൾ തന്നെയാണ് നമ്മളുടെ ജിമെയിൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ള ഒരു ഐഡിയയാണ്. അതിനുവേണ്ടി റിക്കവറി ഫോണുണ്ട്, റിക്കവറി ഇമെയിലുണ്ട്. ഇതിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ കിടക്കുന്നത് ഞാൻ മുമ്പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്തത് കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആദ്യം തന്നെ ഫില്ല് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻസിലോട്ടൊക്കെ വരുന്നത്. ഇവിടെ സൈനിങ് ഇൻ ടു ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. 3 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തെ ഫസ്റ്റ് ഓപ്ഷൻ പാസ്വേഡ്. ഇത് ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആദ്യം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് കൊടുത്തിട്ടാണ് നമ്മൾ കയറുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് യൂസ് യുവർ ഫോൺ ടു സൈൻ ഇൻ. ഞാനത് എനേബിൾ ചെയ്യുകയാണ്. എനേബിൾ ചെയ്യുമ്പോഴത്തേക്കിന് കണ്ടില്ല, ഇവിടെ അതിൻ്റെ ഒരു വർക്കിംഗ് കാണിക്കുന്നുണ്ട്. ഒരാൾ ഇമെയിലിൽ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിനുള്ളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഫോണിനുള്ളിലെ നോട്ടിഫിക്കേഷനെ നമ്മൾ പ്രൊസീഡ് ചെയ്തെങ്കിൽ മാത്രമേ വേറൊരു മെഷീനിൽ നിന്ന് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനിതിപ്പോൾ സെറ്റ് ഇറ്റ് അപ്പ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും എൻ്റെ മെയിലിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജ് വന്നപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിൽ സ്ക്രീൻ ലോക്ക് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോണിനെ സെക്യൂർ ആക്കാൻ നമ്മളെല്ലാവരും ചെയ്യുന്ന മെത്തേഡാണ് സ്ക്രീൻ ലോക്ക്. ഇപ്പോൾ സ്ക്രീൻ ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. അപ്പം ആരുടെയെങ്കിലും ഫോണിൽ സ്ക്രീൻ ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണോ അതിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണെന്നുമുണ്ട്, ഐഫോൺ എന്നുമുണ്ട്. അപ്പോൾ ഇവിടെ അതിനുള്ള സ്റ്റെപ്സ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സെറ്റിങ്സിലേക്ക് പോവുക, അക്കൗണ്ട്സിൽ പോകുന്നു, അക്കൗണ്ട് ആഡ് ചെയ്യണം, ഗൂഗിളിനകത്ത് കയറിയിട്ട് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ എൻ്റെ ഫോൺ സ്ക്രീന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഞാൻ ഫോണിനകത്ത് സെറ്റിങ്സിലേക്ക് വരുന്നു. സെറ്റിങ്സിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. ഗൂഗിൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് സൈൻ ഇൻ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ്. ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്യൂർ ആക്കേണ്ട ആ ഒരു ഇമെയിൽ അഡ്രസ്സ് എൻ്റെ ഫോണിനുള്ളിൽ ഞാൻ കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിനുള്ളിലേക്കും ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ലോഗിൻ ആയിരിക്കുകയാണ്. ഐ അഗ്രി കൊടുത്തിട്ട് കൺഫേം ചെയ്യാം. എന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഈ ഒരു ബ്രൗസർ ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫോണിൻ്റെ നെയിം അവിടെ കാണിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഫോൺ ഈ ഒരു അക്കൗണ്ടിനുള്ളിലേക്ക് സിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ യുവർ ഫോൺ ഹാസ് എ സ്ക്രീൻ ലോക്ക്, സോ ഇറ്റ്സ് റെഡി ടു ഗോ. ഓൾറെഡി എൻ്റെ ഫോണിന് സ്ക്രീൻ ലോക്കും ഉണ്ട്. അതുകൊണ്ട് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫോണിനുള്ളിൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ കൺഫേം ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വന്നു. നമ്മളത് കൺഫേം ചെയ്യാം. ട്രൈങ് ടു സൈൻ ഇൻ ഫ്രം അനദർ കമ്പ്യൂട്ടർ, യെസ് എന്നുള്ളത് കൊടുക്കുക. നമ്മൾ തന്നെയാണോ എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ സൈൻ ഇൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഒന്ന് മാറ്റം കണ്ടു കാണും. ഇവിടെ ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിളായി. ടേൺ ഓൺ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സെക്യൂരിറ്റി ഫീച്ചർ എനേബിൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇതുപോലൊരു വിൻഡോ ഒക്കെ വരും. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സിങ്ക് ആയിട്ടുള്ള ആ ഒരു ഫോൺ അവിടെ കാണിച്ചു. അപ്പം ഒരു ലെയർ സെക്യൂരിറ്റി അവിടെ കിടപ്പുണ്ട്. രണ്ടാമത് ഒരെണ്ണം കൂടെ നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് ഓർ വോയിസ് കോൾ എന്നുള്ള ഓപ്ഷനും കൂടെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ കൂടെ കൊടുത്തിട്ട് നമ്മൾ താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് എന്നും ഫോൺ കോൾ എന്നും 2 ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും കൂടുതലും റിലയബിൾ ആയിട്ടുള്ളത്. അപ്പം ആ ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം അതും സക്സസ് ആയിട്ടുണ്ട്. ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് സെക്യൂരിറ്റിയെ ഓൺ ചെയ്തിടുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഓൺ ആയിട്ട് കിടക്കുകയാണ്. ഈ ഒരു പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴേക്കും അവിടെ യുവർ ഡിവൈസസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളുടെ അക്കൗണ്ടിൽ ആരൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു വിൻഡോസ് മെഷീനും അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ നിന്നുമാണ് ഞാൻ ലോഗിൻ ചെയ്തത്. അപ്പോൾ ആ 2 ഡിവൈസിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ കാണിച്ചു തന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പൂർണ്ണ സുരക്ഷിതത്തിൽ ആയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോണിൽ ജിമെയിലിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഞാൻ ആ ഒരു ഇമെയിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു.
അപ്പോൾ ഇവിടെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാസ്വേഡും ചോദിക്കും, പാസ്വേഡും കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിൽ കണ്ടു കാണും. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ നിന്നാണ് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചത്. വേറെ ആര് എവിടെ നിന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാലും എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതായത് ഈസ് ഇറ്റ് യു ട്രൈങ് ടു സൈൻ ഇൻ, ഇമെയിലിലോട്ട് ആരോ സൈൻ ഇൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിരിക്കുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ നോ എന്ന് പറഞ്ഞിട്ട് അന്നേരം കളഞ്ഞേക്കുക. ഇനി നമ്മൾ തന്നെയാണെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുമ്പോൾ വീണ്ടും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിലേക്ക് വീണ്ടും വരികയാണ്. അപ്പം ഞാനിപ്പോൾ ട്രൈ അനദർ വേ എന്ന് കൊടുത്തിട്ട് ഗെറ്റ് എ വെരിഫിക്കേഷൻ കോഡ് അറ്റ് ഫോൺ നമ്പർ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഫോണിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോഡ് വരും. ഇപ്പോൾ എൻ്റെ ഈ ഒരു സെയിം ഫോണിൽ തന്നെയാണ് ആ ഒരു സിമ്മ് കിടക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ കയറാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കോഡ് എൻ്റെ ഈ ഒരു ഡിവൈസ് അത് ക്യാപ്ചർ ചെയ്തെടുത്തു. ഐ അഗ്രി എന്ന് കൊടുക്കുക. വേറെ മെഷീനിൽ നിന്നാണ് കയറാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജിൽ ആ കോഡുള്ളത് ആ ഒരു മെഷീനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം വീണ്ടും എൻ്റെ അക്കൗണ്ടിനകത്തേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാണ് ഇമെയിലിനെ നമുക്ക് സെക്യൂർ ആക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി ആപ്ലിക്കേഷൻസിൽ ഇതുപോലെ സെക്യൂരിറ്റീസ് എനേബിൾ ചെയ്തു അല്ലേ. അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇപ്പോൾ ജിമെയിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ബുക്കിനകത്ത് നിങ്ങളെല്ലാവരും എഴുതി സൂക്ഷിച്ചു വെച്ചോണം. കാരണം ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എഴുതി സൂക്ഷിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഇമെയിലിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് വരും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും അത് നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും കമൻറ്റ് ചെയ്തിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.